റെജി ലൂക്കോസ്, നെഞ്ചെടുപ്പിന്റെ ആവശ്യമില്ല, ബോംബുകളൊക്കെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് കോൺഗ്രസിലാണ്, CPM-ൽ ഒരു ബോംബും പൊട്ടാനില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ BD സതീശനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന വാർത്ത എന്ന് അറിയാനുള്ള ആകാംക്ഷ CPM-നും ഉണ്ടാകുമല്ലോ. ഗോപികൃഷ്ണ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സൂക്ഷിച്ചോ, CPI-ക്കും CPM-നും എതിരെ ഒരു ബോംബ് പൊട്ടാൻ വരുമെന്ന് പറഞ്ഞു. തേങ്ങ ഉടയ്ക്കും സ്വാമി എന്നാണ് ഈ കാര്യം ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഇല്ലെങ്കിൽ ജഗദീഷ് ശ്രീമാർ തന്നെ നെടുമുടി വേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ തേങ്ങയായിട്ട് ഉടച്ചിട്ട് നോക്കുന്നൊരു ചിരിയുണ്ട്, തല പൊട്ടിയെന്നുള്ളവരും. ആ അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് വീഴുന്നു എന്നത് വസ്തുതയാണ്. ഞാനൊരു സംഭവത പറയാം. ഇതുപോലൊരു ബ്ലാക്ക് മെയിലിംഗ് കഥ ഈ കോൺഗ്രസിന്റെ മൂലയിൽ നിന്നും കേരളം കേട്ട് ഞെട്ടി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം കേരളം ഞടുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി. എന്താ സംഭവം എന്നറിയോ? വടക്കഞ്ചേരി സ്വദേശിയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പർദ്ദ അണിയിച്ച് മുഖവും മൂടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തക എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ പറയുന്നത് എന്താണ്? വടക്കഞ്ചേരിയിലെ CPM-ന് മെമ്പറായ കൗൺസിലറായ ജയന്തൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, വടക്കഞ്ചേരിക്കാർക്ക് രാഷ്ട്രീയ ഭേദമന്യേ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാള്. അയാള് അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളെ അയാളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള വൃത്തികെട്ട കഥകൾ ജയിച്ചുകൊണ്ട് ഇവരൊരു പത്രസമ്മേളനം നടത്തി. 10 മിനിറ്റിനുള്ളിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഇതുപോലെ തന്നെ ഒരു തന്ത്രം പ്രയോഗിച്ചു. കേരളം ഞടുങ്ങി. ശരിയാ, കേരളം ഞെട്ടിപ്പോയി. കാരണം CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറെ കുറിച്ച് ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു നിൽക്കുക. നിങ്ങൾ നോക്കൂ, അവസാനം അന്വേഷിച്ചപ്പോൾ എന്താ? വടക്കഞ്ചേരിയിലെ BJP-യുടെയും കേരള കോൺഗ്രസിന്റെയും പ്രവർത്തകർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു അതിന്റെ പിന്നിലെ തട്ടിപ്പെന്നാണെന്നുള്ളവരും. ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീക്ക് 3.5 ലക്ഷം രൂപ വായ്പ കൊടുത്തു, അവർക്കൊരു വീട് പണിയാനായിട്ട്. ആ പൈസ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, വളരെ സ്നേഹപൂർവ്വം ചോദിച്ചു കൊടുത്തില്ല. ആ കൊടുക്കാതിരുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയും ആ പുരുഷനെയും പർദ്ദ അണിയിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതുപോലെ ഒരു അശ്ലീല കഥ ആണോ കേരളത്തിലേക്ക് VD സതീശൻ കൊണ്ടുവരണമെന്നുള്ളവരും ഇപ്പൊ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം മറ്റൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ എന്താണ്? ഇവിടെ പൊടിവാർ സാർ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞു, അത് സത്യമാ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് നേരിടാത്ത രീതിയിലുള്ള ഗോളുകൾ സ്വന്തം ഗോൾ വലയത്തിലേക്ക് കയറി തകർന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, സ്വന്തം വോട്ടർമാരുടെ മുമ്പിൽ പോലും ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് പടയപ്പയിൽ ജഗദീഷ് ശ്രീകുമാർ ചാടി എണീറ്റ്, പടയപ്പ എന്ന് പറയുന്ന പോലെ ചാടി എണീറ്റ് ചവനപ്രാശം കഴിച്ച് ഊർജ്ജം നേടിയിട്ട് പറയുന്ന വാക്കുകൾ എന്താ? സത്യത്തിൽ പൊടിവാർ സാർ അദ്ദേഹത്തിനെ കളിയാക്കുമായിരുന്നു. ഞാൻ സ്നേഹത്തോട് പറയുക, കളിയാക്കുമായിരുന്നു. ഇന്ന് എന്താണ് കേരളത്തിൽ ഈ ഒരു ബോംബ് പൊട്ടിക്കണം? അദ്ദേഹത്തിനകം പൊട്ടിച്ചാൽ പോരെ? രണ്ടാമത്തെ കാര്യം പറയാം. അദ്ദേഹം ഒരു മൂരിയുടെ വിഷയം ഇവിടെ പറഞ്ഞു. ഒരു മൂരിക്കാളെ കൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് ഫ്രണ്ടിലേക്ക് BJP-ക്കാരെ കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ വിഷയമല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. അത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഉടനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മെച്ചമുണ്ടെന്ന് പറഞ്ഞു. കൺട്രോൾ ഇല്ലാണ്ട് അദ്ദേഹം പറയുക. അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് വളരെ എളിമയോട് കാര്യം ചോദിക്കുക. BJP ദേശീയ തലത്തിൽ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പടം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇവർ തമ്മിൽ ക്ലോസ് ആണ്. കഥകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പരമോന്നത നേതാവിനെ 664 MLA-മാർ ഇന്ത്യയിലുള്ള ഈ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് കൂട്ടരും അദ്ദേഹത്തിനെ ദേശീയ തലത്തിൽ അപമാനിക്കാൻ ഈ BJP-ക്ക് വിട്ടുകൊടുത്ത എന്തിനാ? അതിലൊരു MLA മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ? എന്തിനാണ് അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ? അപ്പോൾ മൂരിയായിട്ടൊക്കെ വരും, ഇദ്ദേഹം മൂരിയെ കൊണ്ട് തിരിച്ചു ചെല്ലേണ്ട വരും, അവർ മറുപടി കൊടുക്കേണ്ട വരും. നാണം കെട്ടില്ലേ? ഇനി ദേശീയ മാധ്യമത്തിൽ വന്നൊരു സംഭവം ഞാൻ പറയാം. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ദേശീയ ചാനൽ, ആ ചാനലിലൂടെ ഡിബേറ്റ് നടന്നു. എന്താ ഡിബേറ്റ് എന്നറിയോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആങ്കർ ചോദിക്കുന്നു. അവിടെ ഇരുന്ന ആൾക്കാരോട് ചോദിക്കുന്ന എന്താ? ഹസ്രാസ്, ഉന്നാവോ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിയെ, ഒരു MBBS വിദ്യാർത്ഥി അല്ലെ ഒരു ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസ്, ഇതിലൊക്കെ കോൺഗ്രസ് ശക്തമായിട്ട് ഇടപെട്ടു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച രാഹുൽ ഗാന്ധി നടപടി സ്വീകരിക്കാത്ത?
അപ്പോൾ വെറും പ്രകടനവും വ്യാജവും അല്ലേ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ ഒരു വാർത്ത ചമയ്ക്കാനും മാധ്യമങ്ങളിലൂടെ വേട്ടയാടാനായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ വിട്ടുകൊടുത്തത്? ഇവർക്ക് നടപടി സ്വീകരിച്ചാൽ പോരെ? ഈ വിഷയം കൊണ്ടത് CPM ആണോ? അല്ല, ഇതിനകത്ത് ശ്രീ റെജി ലൂക്കോസ് എം മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത സമയത്തും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് സമാന സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ മറ്റ് കക്ഷിയിൽപ്പെട്ട നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നപ്പോൾ അവരാരും രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല. മന്ത്രിസ്ഥാനമാണെങ്കിൽ ഞങ്ങൾക്ക് തിരികെ കൊടുക്കാൻ നിരപരാധിത്വം തെളിയിച്ചാൽ, പക്ഷെ MLA സ്ഥാനം അങ്ങനെയല്ലല്ലോ എന്നാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് CPM, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കാനും സസ്പെൻഡ് ചെയ്യാനും ഈ നിയമസഭാ കക്ഷി എന്ന നിലയിൽ അവിടെ നിന്ന് മാറ്റി നിർത്താനും സംസ്ഥാന അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ അതിൽ നിന്ന് നീക്കാനുമൊക്കെ അത്രയെങ്കിലും നടപടി കോൺഗ്രസ് എടുത്തില്ലേ? അല്ല, അതിന് മറുപടി പറയണ ഞങ്ങളോടല്ല. KK രമ MLA, ഉമാ തോമസ് MLA, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, താര ജോസഫ് പോലെയുള്ള അവരുടെ MLA-മാരും വനിതകളോട് നിന്നവരോട് അദ്ദേഹം മറുപടി പറയണം. എന്താണ് ബഹുമാനപ്പെട്ട ഉമാ തോമസ് പറഞ്ഞത്? എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നില്ല? ഇയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. കേരളത്തിലെ സാമൂഹ്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും ഇയാളെ കാണാൻ പോലും പാടില്ല. KC വേണുഗോപാലിന്റെ ഭാര്യ എന്താ പറഞ്ഞേ? ഇയാളെ കാണുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് ഭയമാണ്. ഷാനിമോൾ ഉസ്മാൻ ഇത് ആവർത്തിച്ചു, പിന്നെ ബിന്ദു പണിക്കർ ഇത് ആവർത്തിച്ചു, KK രമ ഇത് ആവർത്തിച്ചു. ഗോവിന്ദ മാഷോട് പറയുന്നവർ അവരോടൊന്ന് പറഞ്ഞേ, അവര് മറുപടി പറയട്ടെ. ഇയാളെ പുറത്താക്കണോ ഇല്ലയോ എന്നുള്ളത് അവര് ചോദിച്ചില്ലേ. ഞങ്ങളുടെ ഭാര്യം വിടൂ, ഞങ്ങൾ പ്രതിപക്ഷമാണ്, പലതും പറയും. ഞങ്ങൾ കൊണ്ടുവന്ന ആരോപണമല്ല ഇത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ CPM കൊണ്ടുവന്ന ആരോപണമല്ല. അവരുടെ തന്നെ പിതാവിനെ പോലെ കാണുന്ന കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരു കുടുംബത്തിലെ വടക്കംപറവൂരിലെ ഇദ്ദേഹത്തിന് കുടുംബം എന്നുള്ള ഒരു വീട്ടിലെ പെൺകുട്ടി 3.5 വർഷമായിട്ട് പരാതി കൊടുക്കുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട് തന്നെ ശല്യം ചെയ്യുന്നു. സാക്ഷാൽ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ എന്റെ പിതാവിനെ പോലെ കാണുന്നു, അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ മകളെ പോലെ കാണുന്നു, നടപടി എടുത്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ സ്വന്തം വീട്ടിലെ റൂമിൽ നിറങ്ങി വന്ന് ഈ രാഹുൽ മാങ്കൂട്ട് എന്താ പറഞ്ഞേ? VD സതീശൻ അങ്ങനെ പറഞ്ഞോ? എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ VD സതീശന്റെ കപട മുഖമാണ് ഈ 2 ദിവസമായിട്ട് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഭയം, താൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിരിക്കുന്നത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാ. അതുകൊണ്ട് പടയപ്പായെ പോലെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയണത് CPM-ന് CPI-ക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് എന്ത് ബോംബാണ്? CPM-നും CPI-ക്കെതിരല്ല, CPM-നും BJP-ക്കും എതിരെ.